ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദ ലിറ്റിൽ ഗേൾ ആൻഡ് ദ അംബ്രല്ല എന്ന സ്റ്റോറി ആയിരുന്നു നമ്മൾ പഠിച്ചത്. എല്ലാ കുട്ടികളും ആ സ്റ്റോറി നന്നായി പഠിച്ചു എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സ്റ്റോറിയിലെ മുഴുവൻ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ റിവ്യൂ ക്വസ്റ്റ്യൻസുമാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ലില്ലി, യു ഗോ വിത്ത് ഗ്രേസി, ബേബി സെഡ്. വൈ ഡിഡ് ബേബി സേ സോ? ലില്ലി, യു ഗോ വിത്ത് ഗ്രേസി. ലില്ലി, നീ ഗ്രേസിയുടെ കൂടെ പോകൂ, ബേബി പറഞ്ഞു. അല്ലെ, ഓർക്കുന്നുണ്ടല്ലോ ഡയലോഗ്. വൈ ഡിഡ് ബേബി സേ സോ? എന്തുകൊണ്ടാണ് ബേബി അങ്ങനെ ലില്ലിയോട് പറഞ്ഞത് നീ ഗ്രേസിയുടെ കൂടെ പോകുമെന്ന്? എന്തുകൊണ്ടായിരിക്കാം? ലെറ്റ്സ് ചെക്ക് ദ ആൻസർ. നമുക്ക് ആൻസർ എന്താണെന്ന് നോക്കാം. ആൻസർ ഈസ് ലില്ലി ആൻഡ് ബേബി ഹാവ് നോ അംബ്രല്ല. ലില്ലിക്കും ബേബിക്കും കൂടെ ഇല്ല, അല്ലെ, അംബ്രല്ല ഇല്ല. കാരണം അവര് പാവം പിടിച്ച ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുടയൊന്നും വാങ്ങാൻ അവർക്ക് പൈസയില്ല. സോ they have no umbrella. Gracie is a rich girl and she has an umbrella with her. ഗ്രേസി ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് കുടയുണ്ട്. സോ ബേബി സെഡ് ലൈക്ക് ദാറ്റ്. അപ്പൊ ഗ്രേസിയുടെ കയ്യിൽ കുടയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് മഴ കാരണം ലില്ലി നീ ഗ്രേസിയുടെ കൂടെ പോകൂ, ലില്ലി യു ഗോ വിത്ത് ഗ്രേസി എന്ന ബേബി പറയാനുള്ള കാരണം അതായിരുന്നു. ഓക്കെ, സോ ആൻസർ ഈസ് ലില്ലി ആൻഡ് ബേബി ഹാവ് നോ അംബ്രല്ല. Gracie is a rich girl and she has an umbrella with her. So baby said like that. And we can go to the next question. Second question. Is it just a drizzle or heavy downpour? അതൊരു ജസ്റ്റ് ചാറ്റൽ മഴയായിരുന്നോ അതോ നല്ല ശക്തമായുള്ള ഒരു വളരെ ശക്തിയായ മഴയായിരുന്നോ പെയ്തത്? ഹൗ ഡസ് ദ ഓഥർ ഡിസ്ക്രൈബ് ദ റെയിൻ ഇൻ പാസേജ്? എങ്ങനെയായിരുന്നു ഓഥർ റെയിനിനെ കുറിച്ച്, മഴയെക്കുറിച്ച് ഈ കഥയ്ക്കകത്ത് അല്ലെങ്കിൽ ഈ പാസേജിനകത്ത് പറയുന്നത്? എങ്ങനെയായിരുന്നു അതിനെക്കുറിച്ച് ഓഥർ വിവരിക്കുന്നത്? സോ ലെറ്റ്സ് ചെക്ക് ദ ആൻസർ ഓഫ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇറ്റ് വാസ് നോട്ട് എ ഡ്രിസിൽ. ആൻസർ ഈസ് ഇറ്റ് വാസ് നോട്ട് എ ഡ്രിസിൽ. അതൊരു ചാറ്റൽ മഴ ആയിരുന്നില്ല. പിന്നെ എന്തായിരുന്നു? ഇറ്റ് വാസ് എ ഹെവി ഡൗൺ പോർ. അത് വളരെ ശക്തമായ ഒരു മഴ തന്നെയായിരുന്നു, അല്ലെ? ലില്ലി ഫെൽറ്റ് ദ റെയിൻ ലാഷിംഗ് ഹർ ഫേസ്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ മഴത്തുള്ളികൾ ലില്ലിയുടെ മുഖത്തേക്ക് പതിച്ചു, അല്ലെ? അതിന്റെ വേദന അല്ലെങ്കിൽ ആ മഴത്തുള്ളി, നമ്മൾ വളരെ ശക്തമായ മഴത്തുള്ളി നമ്മളുടെ മുഖത്ത് പതിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പെയിൻ എടുക്കും, അല്ലെ? അപ്പം അതിന്റെ ആ ഒരു വേദന ലില്ലിക്ക് അനുഭവപ്പെട്ടു. അപ്പം വളരെ ശക്തമായ ഒരു മഴയായിരുന്നു, അല്ലെ? ലില്ലി ഫെൽറ്റ് ദ റെയിൻ ലാഷിംഗ് ഹർ ഫേസ്. അവളുടെ മുഖത്തേക്ക് വീണത്, ശക്തമായ മഴത്തുള്ളികൾ അവളുടെ മുഖത്തേക്ക് വീണത് ആരറിഞ്ഞു? ലില്ലിക്ക് മനസ്സിലായി. സോ ആൻസർ ഈസ് ഇറ്റ് വാസ് നോട്ട് എ ഡ്രിസിൽ, ഇറ്റ് വാസ് എ ഹെവി ഡൗൺ പോർ. ലില്ലി ഫെൽറ്റ് ദ റെയിൻ ലാഷിംഗ് ഹർ ഫേസ്. ഓക്കെ, വി ക്യാൻ ഗോ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 3 ഈസ് വൈ ഡിഡ് ലില്ലി വെപ്റ്റ് ബിറ്റർലി? എന്തുകൊണ്ടാണ് ലില്ലി ഉറക്കെ പൊട്ടിക്കരഞ്ഞത്? എന്തുകൊണ്ടായിരിക്കും വളരെ വേദനയോടെ ലില്ലി പൊട്ടിക്കരഞ്ഞത്? എന്തുകൊണ്ടാണ്? We can go to the answer. Answer is Gracie did not allow Lily to stand under her umbrella. അല്ലെ, ഗ്രേസി അനുവദിച്ചില്ല, അല്ലെ, തന്റെ കുടക്കീഴിൽ കയറാൻ, അല്ലെ, ലില്ലിയെ തന്റെ കുടക്കീഴിൽ കയറാൻ ആരനുവദിച്ചില്ല? ഗ്രേസി അനുവദിച്ചില്ല. അത് മാത്രമല്ല, ആൻഡ് ഓൾസോ ഷീ ഷൗട്ടഡ് അറ്റ് ലില്ലി. മാത്രമല്ല ലില്ലിയുടെ നേരെ ശകാരിച്ചു, ഷൗട്ട് ചെയ്തു, ദേഷ്യപ്പെട്ടു. സോ ഷീ വെപ്റ്റ് ബിറ്റർലി. അപ്പം ഈ സങ്കടം, ഈ വേദന ആർക്ക് താങ്ങാൻ കഴിഞ്ഞില്ല? ലില്ലിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു പോയി. സോ ഷീ വെപ്റ്റ് ബിറ്റർലി. സോ ആൻസർ ഈസ് ഗ്രേസി ഡിഡ് നോട്ട് അലൗ ലില്ലി ടു സ്റ്റാൻഡ് അണ്ടർ ഹെർ അംബ്രല്ല ആൻഡ് ഓൾസോ ഷീ ഷൗട്ടഡ് അറ്റ് ലില്ലി. സോ ഷീ വെപ്റ്റ് ബിറ്റർലി. ഓക്കെ, വി ക്യാൻ ഗോ ടു ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. ലില്ലി സോ ഗ്രേസി പാസിംഗ് ബൈ ഹോൾഡിംഗ് ഹെർ അംബ്രല്ല ഓപ്പൺ. ലില്ലി കണ്ടു, അല്ലെ, ഗ്രേസി ഇങ്ങനെ കുടയൊക്കെ ചൂടി മഴയത്ത് മഴ കൊള്ളാതെ ഇങ്ങനെ കുടയൊക്കെ ചൂടി പോകുന്നത്, തന്റെ മുന്നിൽ കൂടി പാസ് ചെയ്ത് പോകുന്നത് കണ്ടു. വാട്ട് മൈറ്റ് ലില്ലി ഫീലിങ്സ് ബി? എന്തായിരിക്കും ലില്ലിയുടെ അപ്പോഴത്തെ ആ ഒരു വിഷമം, അപ്പോഴത്തെ ആ ഒരു ചിന്ത, അല്ലെ, ആ ഫീലിങ്സ്, എന്ത് വികാരമായിരിക്കും ലില്ലിക്ക് അപ്പോൾ തോന്നിയത്? ലെറ്റ്സ് ചെക്ക് ദ ആൻസർ ഓഫ് ഫോർത്ത് ക്വസ്റ്റ്യൻ. ആൻസർ ഈസ് ഗ്രേസി ഈസ് വെരി ക്രൂവൽ ടു മീ. അല്ലെ, വളരെ ക്രൂരമായിട്ടാണ് ഗ്രേസി എന്നോട് പെരുമാറുന്നത്. എന്താണ് ഇങ്ങനെ, അല്ലെ, എന്താണ് അവൾ ഇങ്ങനെ വളരെ ക്രൂരമായിട്ട് എന്നോട് പെരുമാറുന്നത്? ഞാൻ എന്ത് തെറ്റാണ് അവളോട് ചെയ്തത്? ഷീ ഈസ് വെരി റിച്ച് ആൻഡ് ഷീ ഹാവ് ആൻ അംബ്രല്ല. അവള് സമ്പന്ന കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടിയാണ്, അതെനിക്കറിയാം. അവൾക്ക് കുടയുമുണ്ട്. ബട്ട് വി ആർ വെരി പുവർ. പക്ഷെ ഞങ്ങൾ പാവപ്പെട്ടവരാണ്. സോ ഹൗ കുഡ് ഐ ബൈ ആൻ അംബ്രല്ല? എങ്ങനെ എനിക്കൊരു അംബ്രല്ല വാങ്ങാൻ പറ്റും, അല്ലെ? പൈസ ഇല്ല, പാവപ്പെട്ട കുടുംബമാണ്. അതുകൊണ്ട് എങ്ങനെ ഒരു അംബ്രല്ല വാങ്ങാൻ പറ്റും?
That is the answer. So answer is Gracie is very cruel to me. She is very rich and she have an umbrella. We are very poor. So how could I buy an umbrella? ഇങ്ങനെയുള്ള ചിന്തകളാണ് ആ സമയത്ത് ലില്ലിയുടെ മനസ്സിൽ, അല്ലെ, ഗ്രേസി ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ലില്ലിയുടെ മനസ്സിൽ തോന്നാൻ പറ്റുന്ന അല്ലെങ്കിൽ തോന്നാവുന്ന ചിന്തകൾ അല്ലെങ്കിൽ ഫീലിങ്സ് ഇതൊക്കെയാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ ഫിഫ്ത് ക്വസ്റ്റ്യൻ. വി യൂഷ്വലി എൻജോയ് പ്ലേയിങ് ഇൻ ദ റെയിൻ, ഇസ്ന്റ് ഇറ്റ്? നമ്മളെപ്പോഴും മഴ നമുക്ക് ഇഷ്ടമാണ്, അല്ലെ, മഴയത്ത് കളിക്കാനൊക്കെ നമുക്ക് ഇഷ്ടമാണ്. ബട്ട് ലില്ലി കുഡ് നോട്ട് എൻജോയ് ദ റെയിൻ. പക്ഷെ ലില്ലിക്ക് ആ ഒരു മഴയുടെ സുഖം ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. വൈ? എന്തുകൊണ്ടാണ് മഴ ലില്ലിക്ക് ഒരു ശാപമായിട്ട് മാറിയത്, അല്ലെങ്കിൽ മഴയെ ലില്ലി വെറുത്തത് എന്തുകൊണ്ടാണ്? We can go to the answer. Answer is because Lily have no umbrella. കാരണം ലില്ലിക്ക് കുടയില്ല. കുടയുണ്ടെങ്കിലല്ലേ മഴ നനയാതെ, അല്ലെ, മഴയൊക്കെ ആസ്വദിച്ചു പോകാൻ പറ്റുള്ളൂ സ്കൂളിലേക്ക്. അപ്പൊ അത് തന്നെയാണ് കാരണം. ബിക്കോസ് ലില്ലി ഹാവ് നോ അംബ്രല്ല, ഷീ വാണ്ട്സ് ടു കീപ് ഹെർ ബുക്സ് ഫ്രം ദ റെയിൻ. മാത്രമല്ല അവൾക്ക് നനഞ്ഞു പോകാൻ പറ്റുമോ? അവൾ നനഞ്ഞാലും വേണ്ടിയില്ല, അവളുടെ ബുക്സുകളൊക്കെ നനയരുതെന്നുള്ള ആഗ്രഹം ആർക്കുണ്ടായിരുന്നു? ലില്ലിക്കുണ്ടായിരുന്നു, അല്ലെ. അപ്പോൾ ബുക്സ് ഒക്കെ നനയാതെ പിടിക്കണം, അത് കീപ്പ് ചെയ്യണം, സൂക്ഷിക്കണം എന്ന് ലില്ലിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ലില്ലിയുടെ ആവശ്യമായിരുന്നു അത്, അല്ലെ, ബുക്ക് നനയാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം. ബട്ട് ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ഇൻ ദ ഹെവി റെയിൻ. പക്ഷെ വളരെ ശക്തമായ മഴയായിരുന്നു, അല്ലെ, വളരെ ശക്തമായ ആ മഴയിൽ അവൾക്ക് ആ ബുക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല, നനയാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല, അത് പോസിബിൾ അല്ലായിരുന്നു. ആൻഡ് ദ ബിഹേവിയർ ഓഫ് ഗ്രേസി ഈസ് ഓൾസോ മെയ്ഡ് ഹെർ സാഡ്. മാത്രമല്ല ഗ്രേസിയുടെ ആ ഒരു പെരുമാറ്റം, ബിഹേവിയർ, അല്ലെ, ആ ഗ്രേസിയുടെ ഒരു പെരുമാറ്റം ആരെ വല്ലാതെ ദുഃഖിപ്പിച്ചു? ലില്ലിയെ വല്ലാതെ ദുഃഖിപ്പിക്കുകയും ചെയ്തു, അല്ലെ. അതുകൊണ്ട് തന്നെയാണ് അവൾ മഴയെ ആ സമയത്ത് അല്ലെങ്കിൽ മഴ എൻജോയ് ചെയ്താൽ ആർക്ക് കഴിഞ്ഞില്ല? ലില്ലിക്ക് കഴിഞ്ഞില്ല. എല്ലാവർക്കും മഴ ഇഷ്ടമാണ്, പക്ഷെ ലില്ലിക്ക് മഴ എൻജോയ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണമാണിത്. ബിക്കോസ് ലില്ലി ഹാവ് നോ അംബ്രല്ല, ഷീ വാണ്ട്സ് ടു കീപ് ഹെർ ബുക്സ് ഫ്രം റെയിൻ, ബട്ട് ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ഇൻ ദ ഹെവി റെയിൻ. And the behavior of Gracie is also made her sad. Okay, let's go to the question number 6. Question number 6 is cite an expression which suggests that Lily belongs to a poor family. അതായത് ലില്ലി പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതിന് നമ്മൾ ഈ സ്റ്റോറിക്കകത്ത് ഏത് സെന്റൻസിലൂടെയാണ്, അല്ലെങ്കിൽ ഏത് സെന്റൻസിലൂടെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് ലില്ലി ഒരു പാവം പിടിച്ച കുടുംബത്തിലെയാണെന്നുള്ളത്? 1-2 സെന്റൻസ് ഉണ്ട്. അപ്പം അത് നമുക്ക് നോക്കാം ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെന്റൻസ്. ഏത് സെന്റൻസിലൂടെയാണ് ലില്ലി ഒരു പാവം പിടിച്ച കുടുംബത്തിൽ നിന്ന് വരുന്ന, ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണെന്ന് നമ്മളോട് അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കി തരുന്നത് ഏത് സെന്റൻസ് ആണെന്ന് നോക്കാം. We can go to the answer. So this is the sentence. It was a very old skirt, the only one she had. ഓർക്കുന്നുണ്ടോ ഈ സെന്റൻസ്? അല്ലെ, വളരെ പഴയ ഒരു സ്കേർട്ടാണ് അവൾക്കുണ്ടായിരുന്നത്, ആകെ കൂടെ അവൾക്കുണ്ടായിരുന്നത്, അല്ലെ, വളരെ പഴയതുമായിരുന്നു അത്, അല്ലെ. അത് ആ ഒരു സെന്റൻസിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ലില്ലി വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നതെന്ന്. മാത്രമല്ല മറ്റൊരു സെന്റൻസ് കൂടിയുണ്ട്. At home she always had to change into a bath towel. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് ഒരു ബാത്ത് ടവൽ ഉപയോഗിച്ചിട്ടാണ്, അല്ലെ. വേറെ മറ്റൊരു തുണി അവൾക്ക് ഇടാനെ കൊണ്ട് ഇല്ല, അല്ലെ. അപ്പൊ ആ ഒരു ഈ 2 സെന്റൻസിൽ നിന്നും നമുക്ക് വെളിവാകുന്നത്, അല്ലെ, മനസ്സിലാകുന്നത് ലില്ലി ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് വരുന്നതെന്ന്. ഏതൊക്കെ സെന്റൻസ് ആണ്? ഇറ്റ് വാസ് എ വെരി ഓൾഡ് സ്കർട്ട്, ദ ഓൺലി വൺ ഷീ ഹാഡ്, at home she always had to change into a bath towel. Did you understand? We can go to the question number 7. How does the author describe the aunt? ഓണ്ടിനെ ഓർക്കുന്നുണ്ടല്ലോ. എങ്ങനെയായിരുന്നു ഓതർ ഓണ്ടിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തത്? എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഓണ്ടിനെ കുറിച്ച് ഓതർ നമ്മളോട് പറഞ്ഞു തന്നത്? നമുക്ക് നോക്കാം ആൻസർ എന്താണെന്ന്. We can go to the answer of question number 7. So എങ്ങനെയായിരുന്നു ഓണ്ട്? ഓണ്ട് വാസ് എ 50-year-old widow. 50 വയസ്സ് ഉള്ള, അല്ലെ, ഒരു വിധവയായിരുന്നു. വിഡോ മീൻസ് വിധവ. നേരത്തെ പഠിപ്പിച്ചതാണ് സ്റ്റോറിക്കകത്ത്. അപ്പൊ അതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള മീനിങ് ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓണ്ട് വാസ് എ 50-year-old widow. ഷി വാസ് ഫാറ്റ്, അല്ലെ, നല്ല തടിച്ചിട്ടുള്ള ഒരു ആളായിരുന്നു. ഡാർക്ക് ആയിരുന്നു, കറുത്തതായിരുന്നു. ആൻഡ് ഹാഡ് എ ഫ്ലാറ്റ് നോസ്. അവരുടെ നോസ് എങ്ങനെയായിരുന്നു? മൂക്ക് എങ്ങനെയായിരുന്നു? നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു നോസ് ആയിരുന്നു. ഷി വാസ് നോൺ ടു ബി ടൈറ്റ് ഫിസ്റ്റഡ് വുമൻ, അല്ലെ. അത് അവരറിയപ്പെട്ടതിന് ഒരു ടൈറ്റ് ഫിസ്റ്റഡ് വുമൻ എന്നാണ്. എന്ന് വെച്ചാൽ ഒരു പിശുക്കിയായിട്ട്, ആർക്കും 1 രൂപ പോലും കൊടുക്കത്തില്ല, 1 രൂപയും കളയില്ല. അങ്ങനെ ഒരു ടൈറ്റ് ഫിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ പിശുക്കി എന്നാണ്. ഒരു പിശുക്കിയായിട്ടായിരുന്നു ആരറിയപ്പെട്ടത്? ഓണ്ട് അറിയപ്പെട്ടത് നാട്ടുകാർക്കിടയിൽ. ഷി വർക്ക്ഡ് ആസ് എ മെയ്ഡ്. ഒരു മെയ്ഡായിട്ട്, ഒരു വീട്ടുവേലക്കാരിയായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ആരുടെ വീട്ടിലാണ്? ഗ്രേസിയുടെ വീട്ടിലെ ഒരു വീട്ടുവേലക്കാരിയായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. സോ ദാറ്റ് വാസ് ദ ഓണ്ട്.
അപ്പൊ ഇതാണ് ഓണിനെ കുറിച്ച് ഓദർ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എന്നിട്ട് പറയാം, ഓൺ വാസ് എ 50-year-old widow. She was fat, dark and had a flat nose. She was known to be a tight-fisted woman. She worked as a maid. Do you understand? We can go to the 8th question. Do you think children should do such works? നിങ്ങൾക്ക് ചിന്തിക്കുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇങ്ങനെയുള്ള ജോലികൾ, അതായത് ഓണ്ട് അവിടെ നമ്മുടെ ലില്ലിയെ കൊണ്ടും ബേബിയെ കൊണ്ടും കുറച്ച് ജോലികൾ ചെയ്യിച്ചായിരുന്നു അല്ലെ, വളരെ കഠിനമായ ജോലികൾ ചെയ്യിച്ചായിരുന്നു. ഇങ്ങനെയുള്ള ജോലികൾ കുട്ടികൾ ചെയ്യണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വൈ? അപ്പം ഡു യു തിങ്ക് ചിൽഡ്രൻ ഷുഡ് ഡു സച്ച് വർക്ക്? ഇങ്ങനെയുള്ള ജോലികൾ കുട്ടികൾ ചെയ്യണോ? വൈ? എന്തുകൊണ്ടാണെന്നും എഴുതണം. വി ക്യാൻ ഗോ ടു ദ ആൻസർ. സോ ആൻസർ ഈസ് ചിൽഡ്രൻ ഷുഡ് നോട്ട് ഡു സച്ച് ഹെവി വർക്ക്സ്. നമ്മുടെ അഭിപ്രായത്തിൽ ചിൽഡ്രൻ ഇത്ര കഠിനമായ ജോലികൾ, അല്ലെങ്കിൽ കുട്ടികൾ ഇത്ര കഠിനമായ ഭാരം കൂടിയ ജോലികളൊന്നും ഈ പ്രായത്തിൽ ചെയ്യണ്ട. പിന്നെയോ ഒരു ജോലിയും ചെയ്യണ്ടെന്നാണോ അർത്ഥം? അല്ല. ദേ ക്യാൻ ഡു സ്മോൾ ആൻഡ് സിമ്പിൾ ഹൗസ് ഹോൾഡ് വർക്ക്. ചെറിയ വീട്ടിലെ ചെറിയ ജോലികളുണ്ടല്ലോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് കുട്ടികൾ ചെയ്യുന്നതിൽ ദോഷമില്ല, അത് ചെയ്യണം അല്ലെ. നമ്മള് പഠനം മാത്രം പോരാ, ചെറിയ ജോലികൾ ചെയ്യുന്നു, അതൊരു പഠനമാണ് അല്ലെ. അതൊരു പഠനമാണ്. നമ്മൾ വെറുതെ പുസ്തകത്തിൽ മാത്രം നോക്കി പഠിച്ചാൽ മാത്രമാണ് പഠനം അല്ല. നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിലെ ചെറിയ ജോലികൾ, വീട്ടിലെ ചെറിയ ജോലികളൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ കൂടെ എക്സ്പീരിയൻസ് വേണം. നാളെ നമുക്ക് നന്നായിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടയൊക്കെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ചെറിയ ജോലികളൊക്കെ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് കൊച്ചു ജോലികളൊക്കെ ചെയ്ത് അതൊരു പഠനമാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലേണിംഗ് ഓൾസോ. അപ്പൊ അതും ഒരു പഠനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് കൊച്ചു ജോലികളൊക്കെ ചെയ്യാം. ഹെവി വർക്ക്സ് ഒന്നും ചെയ്യണ്ട, വലിയ ഭാരം കൂടിയ ജോലികളൊന്നും ചെയ്യണ്ട. അപ്പൊ എങ്ങനെ വരും ആൻസർ? ചിൽഡ്രൻ ഷുഡ് നോട്ട് ഡു സച്ച് ഹെവി വർക്ക്സ്. ദേ ക്യാൻ ഡു സ്മോൾ ആൻഡ് സിമ്പിൾ ഹൗസ് ഹോൾഡ് വർക്ക്. ഹൗസ് ഹോൾഡ് വർക്ക് എന്ന് വെച്ചാൽ വീട്ടിലെ കൊച്ചു ജോലികളാണ്. ബട്ട് ഡോണ്ട് ഡിനൈ ദെയർ ചൈൽഡ്ഹുഡ്. പക്ഷേ പക്ഷെ അവരുടെ ചൈൽഡ്ഹുഡ്, അവരുടെ അല്ലെങ്കിൽ അവരുടെ കുട്ടിക്കാലം അല്ലെ, ആ കുട്ടിക്കാലത്തെ ഒരിക്കലും നമ്മൾ ഡിനൈ ചെയ്യാൻ പാടില്ല, നിഷേധിക്കാൻ പാടില്ല. ആ കുട്ടിക്കാലത്താണ് നമ്മൾ കളിക്കണം അല്ലെ. നല്ല ഒരുപാട് കളികളുണ്ട്. അപ്പൊ ആ കളികളൊക്കെ നമുക്ക് കളിക്കാൻ പറ്റുന്നത് ഈ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ കുട്ടിക്കാലത്താണ്. അപ്പൊ ആ ഒരു ചൈൽഡ്ഹുഡ് ഒരിക്കലും ഡിനൈ ചെയ്യരുത്, നിഷേധിക്കരുത് അല്ലെ. അപ്പം അതും കൂടെ വേണം. കളികളെല്ലാം നമ്മൾ കളിക്കണം. ഈ പ്രായത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കളിക്കാനൊക്കെ പറ്റുകയുള്ളൂ. ബട്ട് ഡോണ്ട് ഡിനൈ ദെയർ ചൈൽഡ്ഹുഡ്. ദിസ് ഈസ് ദ ആൻസർ ഓഫ് question number 8. Okay, we can go to the next question. Question number 9 is, why did Lily feel no pain though blood oozed out of her bruise? എന്തുകൊണ്ടാണ് അവളുടെ കാലിന്റെ മുട്ടൊക്കെ മുറിഞ്ഞിട്ട് ബ്ലഡ് പുറത്തേക്ക് വന്നു, എന്നിട്ടും ലില്ലിക്ക് ഒരു വേദനയും തോന്നിയില്ല? എന്തായിരിക്കും കാരണം? We can go to the answer. Answer is because Lily want to reach school without late. കാരണം ലില്ലിക്ക് എവിടെ എത്തണം? സ്കൂളിലെത്തണം അല്ലെ. കറക്റ്റ് ടൈമിൽ, ലേറ്റ് ആകാതെ, ഒട്ടും താമസിക്കാതെ ലില്ലിക്ക് കറക്റ്റ് ടൈമിൽ സ്കൂളിലെത്തണം. മാത്രമല്ല, ഇഫ് ഷീ ലേറ്റ് ദ ടീച്ചർ വുഡ് സ്കോൾഡ് ആൻഡ് ബീറ്റ് ഹർ. താമസിച്ചു കഴിഞ്ഞാൽ ടീച്ചർ വഴക്ക് പറയും, അടിക്കുകയും ചെയ്യും. സോ ഷീ വാസ് റണ്ണിങ് ടു സ്കൂൾ. അതുകൊണ്ട് തന്നെ ലില്ലി എന്ത് ചെയ്തു? സ്കൂളിലേക്ക് ഓടാൻ തുടങ്ങി. ദാറ്റ് ഈസ് വൈ ഷി ഡിഡ്ന്റ് ഫീൽ എനി പെയിൻ. അതുകൊണ്ടാണ് വീണപ്പോൾ അവൾക്കൊരു ബ്ലഡ് വന്നപ്പോൾ അല്ലെ, മുട്ടൊക്കെ മുറിഞ്ഞ് ബ്ലഡ് വന്നപ്പോൾ അവൾക്ക് വേദന തോന്നാഞ്ഞതിന്റെ കാരണം ഇതായിരുന്നു. അവൾക്ക് എത്രയും പെട്ടെന്ന് മഴ നനയാതെ എത്രയും പെട്ടെന്ന് സ്കൂളിലെത്തണം അല്ലെ. അത് മാത്രമല്ല, ടീച്ചർ വഴക്ക് പറയും. അപ്പൊ ആ ഒരു ചിന്തയൊക്കെയായിരുന്നു അല്ലെ, അടിക്കുകയൊക്കെ ചെയ്യും ടീച്ചർ. അപ്പൊ ആ ഒരു ചിന്ത അതായിരുന്നു ഏറ്റവും വലിയ വേദന. അപ്പൊ ആ സമയത്ത് മുട്ടൊക്കെ മുറിഞ്ഞ അവൾക്ക് അത് ഒരു വേദനയായിട്ട് തോന്നിയില്ല. അതായിരുന്നു കാരണം. Okay, we can go to the question number 10. The teacher did not allow Lily to enter the class. ടീച്ചർ ലില്ലിയെ ക്ലാസ്സിൽ അനുവദിച്ചില്ല അല്ലെ. മഴ നനഞ്ഞു വന്നതുകൊണ്ട് ക്ലാസ്സിൽ കയറ്റാൻ അനുവദിച്ചില്ല. What do you think about the teacher? ടീച്ചറിന്റെ ഈ ആറ്റിറ്റ്യൂഡിന് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആ ടീച്ചറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? You can go to the answer. The teacher's attitude was not good. അല്ലെ, എന്റെ അഭിപ്രായത്തിൽ ടീച്ചറിന്റെ ആറ്റിറ്റ്യൂഡ് നല്ലതല്ലായിരുന്നു അല്ലെ. ആ ടീച്ചറിന്റെ ആ ഒരു സമീപനം ശരിയായില്ല, ഒട്ടും തന്നെ ശരിയായില്ല. ഷീ ഡിഡ്ന്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ ഓഫ് ലില്ലി. അല്ലെ, അങ്ങനെ അല്ലായിരുന്നു ടീച്ചർ ചെയ്യേണ്ടത്. ടീച്ചർ ലില്ലിയുടെ സിറ്റുവേഷൻ ചോദിച്ചിട്ട് എന്താ മോളെ പറ്റിയത്, എന്താണ് എന്നുള്ള കാര്യം ചോദിക്കണമായിരുന്നു അല്ലെ, ചോദിച്ച് മനസ്സിലാക്കണമായിരുന്നു. ആ ഒരു സിറ്റുവേഷൻ, ആ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ആര് ശ്രമിച്ചില്ല?
ടീച്ചർ ഡിഡിന്റ് ട്രൈ. ടീച്ചർ അവിടെ ശ്രമിച്ചില്ല. ഷീ ഡിഡിന്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ ഓഫ് ലില്ലി. ഷീ കുഡ് ആസ്ക് ലില്ലി വൈ ഷി വാസ് ലേറ്റ്. ചോദിക്കാമായിരുന്നു ടീച്ചർക്ക് എന്തായിരുന്നു കാരണം, എന്ത് പറ്റിയായിരുന്നു, എന്തായിരുന്നു ലേറ്റ് ആയത്, അതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങൾ നോക്കി അല്ലെങ്കിൽ കാര്യങ്ങൾ ചോദിച്ചിട്ട് മനസ്സിലാക്കി ആ ഒരു ലില്ലിയുടെ സിറ്റുവേഷൻ, അവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കാമായിരുന്നു ആർക്ക്, ടീച്ചർക്ക്. അല്ലാതെ വെറുതെ ചാടിക്കേറി അടിച്ചിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ കാര്യമുണ്ടോ? അതൊരു നല്ല ടീച്ചറിന്റെ സമീപനം അല്ല. സോ ആൻസർ ഈസ് the teacher's attitude was not good. She didn't try to understand the situation of Lily. She could ask Lily why she was late. We can go to the question number 11. Question number 11 is Lily saw Gracie giggling. ലില്ലി കണ്ടു അല്ലെ, ഗ്രേസി കളിയാക്കി ചിരിക്കുന്നത് ആര് കണ്ടു? ലില്ലി കണ്ടു. പുറത്ത് നിന്നിട്ട് നോക്കുമ്പോൾ ഗ്രേസി ക്ലാസ്സിൽ ഇരുന്നിട്ട് കളിയാക്കി ചിരിക്കുന്നുണ്ട്. വൈ ഡിഡ് ഗ്രേസി ഗിഗിൾ? എന്തുകൊണ്ടാണ് ഗ്രേസി അങ്ങനെ കളിയാക്കി പരിഹസിച്ച് ചിരിച്ചത്? വാട്ട് വാസ് ഇറ്റ്സ് എഫക്ട് ഓൺ ലില്ലി? ഈ ഒരു ചിരി അല്ലെങ്കിൽ ഗ്രേസിയുടെ ഈ ഒരു കളിയാക്കൽ ലില്ലിയിൽ എന്ത് എഫക്റ്റ് ആണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ലില്ലി അതിനെ കണ്ടത്? എന്ത് ചിന്തയാണ് അല്ലെങ്കിൽ എന്ത് ഫീലിങ്സ് ആണ് ലില്ലിക്ക് അപ്പോൾ തോന്നിയത്? സോ ഈ രണ്ട് ചോദ്യങ്ങൾക്കാണ് നമ്മൾ 11ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതേണ്ടത്. ലെറ്റ്സ് ചെക്ക് ദ ആൻസർ ഓഫ് 11th ക്വസ്റ്റ്യൻ. സോ ദ ആൻസർ ഈസ് ടീച്ചർ സ്കോൾഡഡ് ലില്ലി ആൻഡ് സെഡ് ഹർ ടു ഗോ ആൻഡ് സ്റ്റാൻഡ് ഇൻ ദ വരാന്ത. അപ്പം ഗ്രേസി ലില്ലിയെ കളിയാക്കി ചിരിച്ചതിന്റെ കാരണം ഇതായിരുന്നു. ടീച്ചർ സ്കോൾഡ് ലില്ലി, ടീച്ചർ ലില്ലിയെ വഴക്ക് പറഞ്ഞു. ആൻഡ് സെഡ് ഹർ ടു ഗോ ആൻഡ് സ്റ്റാൻഡ് ഇൻ ദ വരാന്ത. എന്ത് പറഞ്ഞു? നീ പുറത്തു പോയി വരാന്തയിൽ പോയി നിൽക്കുക. ഇത് പറഞ്ഞപ്പോഴാണ് ഗ്രേസി ലില്ലിയെ കളിയാക്കി ചിരിച്ചത്. ആ സമയം ലില്ലിക്ക് അത് എങ്ങനെ എഫക്ട് ചെയ്തത്? രണ്ടാമത്തെ നമ്മൾ ചോദ്യം പറഞ്ഞില്ലേ, അപ്പൊ ലില്ലിക്ക് എങ്ങനെ അത് എഫക്ട് ചെയ്തത്? ലില്ലീസ് ഹാർട്ട് സാങ്ക്. ലില്ലിയുടെ ഹൃദയം അല്ലെ ദുഃഖം കൊണ്ട് മുങ്ങി, അല്ലെങ്കിൽ ദുഃഖത്തിൽ അമർന്നു ലില്ലിയുടെ ഹൃദയം അല്ലെ. ലില്ലീസ് ഹാർട്ട് സാങ്ക്. ഷീ ബിക്കെയിം വെരി സാഡ്. അവൾക്ക് വളരെയധികം വിഷമം തോന്നി, ദുഃഖം തോന്നി. So that was the answer. Teacher scolded Lily and said her to go and stand in the veranda. Lily's heart sank. She became very sad. Okay, we can go to the next question. Okay, അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് 11 അത് നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ ലെറ്റ്സ് റിവ്യൂ ദ സ്റ്റോറി. ഈ ഭാഗത്തൊരു 4 ചോദ്യങ്ങളുണ്ട്. അതും കൂടി ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. സോ അതിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എന്താണെന്നുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഹൗ ഡസ് ദ ഓതർ ഡിസ്ക്രൈബ് ദ റെയിനി സീസൺ? അതായത് റെയിനി സീസണെ കുറിച്ച് ഇവിടെ ഓതർ എങ്ങനെയാണ് ഈ ഒരു കഥയിൽ വിശദീകരിക്കുന്നത് അല്ലെങ്കിൽ വിവരിക്കുന്നത്? ഹൗ ഡസ് ദ ഓതർ ഡിസ്ക്രൈബ് ദ റെയിനി സീസൺ? ഓക്കെ, വി ക്യാൻ ഗോ ടു ദ ആൻസർ. ദ സ്കൈ ഈസ് ക്ലൗഡി. ആകാശം മേഘാവൃതമായിരിക്കുന്നു. എ കോൾഡ് വിൻഡ് ഈസ് ബ്ലോവിംഗ് ലാംഗ്വറ്റ്ലി. അല്ലെ, വളരെ തണുത്ത ഒരു കാറ്റ് നമ്മളെ കുളിരണിയിപ്പിക്കുന്ന, നമ്മളെ ആകർഷിക്കുന്ന തരത്തിലുള്ള വളരെ തണുത്ത ഒരു കോൾഡ് വിൻഡ് ഇങ്ങനെ അടിക്കുന്നു. The trees on the both sides of country road are swaying gently in the wind. കൺട്രി റോഡിന്റെ ഇരുവശത്തുമുള്ള വൃക്ഷങ്ങൾ, മരങ്ങൾ അതിങ്ങനെ ആ കാറ്റിൽ ഇങ്ങനെ വശത്തേക്ക് ചരിഞ്ഞ് അല്ലെ പതുക്കെ ചരിഞ്ഞ്, നിങ്ങൾ കണ്ടിട്ടുള്ള കാറ്റടിക്കുമ്പോൾ റോഡിന്റെ ഇരുവശത്തുമുള്ള മരങ്ങൾ ഇങ്ങനെ ചായുന്നത്. അപ്പൊ അങ്ങനെ ചാഞ്ഞ് അതിങ്ങനെ ആടി ഒളിഞ്ഞു നിൽക്കുകയാണ്. സോ ഇങ്ങനെയാണ് ആ ഒരു റെയിനിനെ കുറിച്ച് ആര് വിശദീകരിക്കുന്നത്? ഓതർ ഇവിടെ വിശദീകരിക്കുന്നത്. The sky is cloudy, a cold wind is blowing languidly, the trees on both sides of the country road are swaying gently in the wind. Okay, we can go to the next question. Second question, what do you think of Gracie's attitude towards Lily? ലില്ലിക്ക് നേരെയുള്ള അല്ലെങ്കിൽ ലില്ലിയോടുള്ള ഗ്രേസിയുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് നന്നായിരുന്നു അല്ലെ? ഗ്രേസിയുടെ സമീപനം, ലില്ലിയോടുള്ള ഗ്രേസിയുടെ സമീപനം, അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? We can get to the answer. Gracie's attitude towards Lily is not good. ഒട്ടും തന്നെ നല്ലതായിരുന്നില്ല അല്ലെ? ലില്ലിയുടെ നേരെയുള്ള ഗ്രേസിയുടെ ആറ്റിറ്റ്യൂഡ്, സമീപനം വളരെ മോശമായിരുന്നു. ഗ്രേസി ഈസ് എ റിച്ച് ഗേൾ. പണക്കാരിയാണ് അല്ലെ? സമ്പന്ന കുടുംബത്തിൽ നിന്ന് പെട്ട ആളാണ് ഗ്രേസി. ബട്ട് ഹർ മൈൻഡ് ഈസ് വെരി ക്രൂവൽ. പക്ഷെ അവളുടെ മനസ്സ് വളരെ ക്രൂരമായ ഒരു മനസ്സായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ഗ്രേസിക്ക് ഉണ്ടായിരുന്നത് അല്ലെ? ഷീ ഈസ് നോട്ട് എ ഗുഡ് ഫ്രണ്ട്. അവൾ നല്ലൊരു ഫ്രണ്ട് ആയിരുന്നില്ല. ലില്ലിയുടെ നല്ല ഫ്രണ്ട് ആയിരുന്നോ? അല്ല. നല്ല ഫ്രണ്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും കുട കൊടുത്തേനെ, അല്ലെങ്കിൽ കുടയിൽ കയറാൻ സമ്മതിച്ചേനെ അല്ലെ? ഒരിക്കലും വഴിയിൽ കളഞ്ഞിട്ട് പോവില്ല. നല്ല ഫ്രണ്ട്സ്, ട്രൂ ഫ്രണ്ട്സ് അപ്പൊ അങ്ങനെയാണ് അല്ലെ? നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ്? നിങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും കുട കൊടുത്ത് സഹായിച്ചേനെ. ലില്ലി ഈസ് എ പുവർ ഗേൾ. ലില്ലി ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള കുട്ടിയാണ്. ഐ തിങ്ക് ദാറ്റ് ഈസ് വൈ ഗ്രേസി ഹാറ്റ്സ് ദ ഫ്രണ്ട്ഷിപ്പ് ഓഫ് ലില്ലി. എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് ലില്ലിയുടെ കൂടെയുള്ള ഫ്രണ്ട്ഷിപ്പ് ആർക്കിഷ്ടമല്ലായിരുന്നത്? ഗ്രേസിക്ക് ഇഷ്ടമല്ലാതിരുന്നത്. ഒരുപക്ഷെ ലില്ലി പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള കുട്ടി ആയതുകൊണ്ടാകാം ഗ്രേസിക്ക്
അവളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അവളുമായിട്ടുള്ള ആ സുഹൃത്ത് ബന്ധം ആർക്ക് ഇഷ്ടമല്ലാതിരുന്നത്? ഗ്രേസിക്ക് ഇഷ്ടമല്ലാതിരുന്നത്. അതുകൊണ്ടായിരിക്കാം കുടയൊന്നും കൊടുക്കാഞ്ഞത്. സോ ആൻസർ ഈസ് Gracie's attitude towards Lily is not good. Gracie is a rich girl, but her mind is very cruel. She is not a good friend. Lily is poor girl. I think that is why Gracie hates the friendship of Lily. Okay, we can go to the question number 3. Describe the On's character in the story. ഈ സ്റ്റോറിയിൽ ഓൺസിന്റെ അല്ലെങ്കിൽ ഓണ്ടിന്റെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു ഓണ്ടിന്റെ സ്വഭാവം നോക്കാം നമുക്ക്. We can go to the answer. ഓൺ വാസ് എ ടൈറ്റ് ഫിസ്റ്റഡ് വുമൺ. ഒരു പിശുക്കിയായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലേ. ഓൺ വാസ് എ ടൈറ്റ് ഫിസ്റ്റഡ് വുമൺ. ഷി വാസ് വെരി ക്രൂവൽ ടു ഹർ സിസ്റ്റേഴ്സ് ചിൽഡ്രൻ ആഫ്റ്റർ ഷി ലോസ്റ്റ് ഹെർ സേവിങ്സ് ഇൻ ദ ബാങ്ക്. അല്ലെ, ബാങ്കിൽ നിക്ഷേപിച്ച ആ പണം നഷ്ടപ്പെട്ടതിന് ശേഷം വളരെ ക്രൂരമായിട്ടാണ് അവരുടെ സിസ്റ്ററിന്റെ മക്കളോട്, അതായത് ഗ്രേസിയോടും അതായത് ലില്ലിയോടും ബേബിയോടും പെരുമാറിയത് വളരെ ക്രൂരമായിട്ടായിരുന്നു. ബാങ്കിലെ അവരുടെ ബാങ്ക് കൊളാപ്സായി പണം മുഴുവൻ നഷ്ടപ്പെട്ടില്ലേ, അതിനുശേഷം വളരെ ക്രൂരമായിട്ടായിരുന്നു സിസ്റ്ററിന്റെ മക്കളോട്, അതായത് ലില്ലിയോടും ബേബിയോടും പെരുമാറിയത്. ദെൻ ഷി സ്റ്റാർട്ടഡ് ടു ഷോ സം സൈൻസ് ഓഫ് ഇൻസാനിറ്റി. അതിനുശേഷം ഒരു ഭ്രാന്തൊക്കെ കാണിക്കാൻ, അതായത് ഭ്രാന്ത് പോലൊക്കെ കാണിക്കാൻ തുടങ്ങി. ആര്? ഈ ഓണ്ട്. ഷീ ബിഹേവ് ലൈക്ക് എ ഡെവിൾ. ഒരു പിശാചിനെ പോലെയായിരുന്നു പിന്നീട് അങ്ങോട്ട് പെരുമാറിയത് ടു ദി ചിൽഡ്രൻ, കുട്ടികളോട്. അല്ലെ, അവരോട് പിന്നെ ലില്ലിയോടും ബേബിയോടും ഒരു പിശാചിനെ പോലെയായിരുന്നു അവർ പെരുമാറിയത്. ഷീ ഹേറ്റഡ് ദ ചിൽഡ്രൻ ഗോയിങ് ടു സ്കൂൾ. അല്ലെ, സ്കൂളിൽ പോകുന്നത് പിന്നീട് അങ്ങോട്ട് സ്കൂളിൽ പോകുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നു. ആരെ? ലില്ലിയും ബേബിയും സ്കൂളിൽ പോകുന്നത് പോലും ആർക്ക് ഇഷ്ടമല്ലായിരുന്നു? ആ ഓണ്ടിന് ഇഷ്ടമല്ലായിരുന്നു. ഷീ ഓർഡേർഡ് ദം ടു ഡു ഓൾ ഹൗസ് ഹോൾഡ് വർക്ക്സ് ലൈക്ക് ഡ്രോയിങ് വാട്ടർ ഫ്രം വെൽ, വാഷ് ക്ലോത്ത്സ് ആൻഡ് ഡു ഓൾ ദ കുക്കിംഗ്. മാത്രമല്ല പിന്നീട് അവരങ്ങോട്ട് ഓർഡർ ഇടാൻ തുടങ്ങി. വീട്ടിലെ ജോലിയൊക്കെ നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾ സ്കൂളിൽ നിന്നും പോകണ്ട, അപ്പം വീട്ടിലെ ജോലിയൊക്കെ ചെയ്താൽ മതി. എന്തൊക്കെ ജോലിയാണ് ചെയ്യിപ്പിച്ചത്? ഡ്രോയിങ് വാട്ടർ ഫ്രം വെൽ, കിണറ്റിൽ നിന്ന് വെള്ളം കോരുക, അതുപോലെ തന്നെ വാഷ് ക്ലോത്ത്സ്, തുണി കഴുകാൻ പറഞ്ഞു, ആൻഡ് ഡു ഓൾ ദ കുക്കിംഗ്, അടുക്കളയിൽ പോയി ആഹാരമൊക്കെ വെക്കാനും. അല്ലെ, അപ്പൊ ഇങ്ങനെയുള്ള കഠിനമായ ജോലികളൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തുടങ്ങി. ആര്? ഓണ്ട്. സോ ദാറ്റ് വാസ് ദ ക്യാരക്ടർ ഓഫ് ഓണ്ട്. വൺസ് അഗൈൻ, ഓണ്ട് വാസ് എ ടൈറ്റ് ഫിസ്റ്റഡ് വുമൺ. She was very cruel to her sister's children after she lost her savings in the bank. Then she started to show some signs of insanity. She behaved like a devil to the children. She hated the children going to school. She ordered them to do all the household works like drawing water from well, wash clothes, and do all the cooking. Did you understand? We can go to the fourth question. If you were Lily's friend, നിങ്ങൾ ലില്ലിയുടെ ഫ്രണ്ട് ആയിരുന്നെങ്കിൽ how would you help her? നിങ്ങൾ എങ്ങനെ അവളെ സഹായിച്ചേനെ? ഒന്ന് ഇമാജിൻ ചെയ്യുന്ന, ഗസ് ചെയ്യാണ്. നിങ്ങൾ ഒരുപക്ഷെ ലില്ലിയുടെ ഫ്രണ്ട് ആയിരുന്നെങ്കിൽ എങ്ങനെ നിങ്ങൾ അവളെ ഹെൽപ്പ് ചെയ്തേനെ? അപ്പൊ നമുക്ക് നോക്കാം ആൻസർ എന്താണെന്ന്. I will give her new dress. അല്ലെ, ഞാൻ ഒരു പുതിയ ഡ്രസ്സ് കൊടുക്കുമായിരുന്നു. I will buy a new umbrella for her. അല്ലെ, പുതിയൊരു അംബ്രല്ല തന്നെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കാം നിങ്ങൾ, അല്ലെ. ഐ വിൽ ഹെൽപ്പ് ലില്ലീസ് ഫാമിലി. ലില്ലിയുടെ പാവപ്പെട്ട കുടുംബത്തെ സഹായിക്കുമായിരുന്നു. ഐ വിൽ ബി എ ഗുഡ് ഫ്രണ്ട് ഓഫ് ലില്ലി. ഞാൻ എപ്പോഴും ലില്ലിയുടെ ഒരു നല്ല ഫ്രണ്ടായിട്ട്, നല്ല കൂട്ടുകാരിയായിട്ട് ഇരുന്നേനെ. ഒരിക്കലും ഗ്രേസിയുടെ കൂട്ടാകത്തില്ല നിങ്ങൾ, അല്ലെ, നല്ല കുട്ടികളാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഐ വിൽ ഗീവ് ഹെർ ന്യൂ ഡ്രസ്, അല്ലെ, പുതിയ ഡ്രസ്സ് കൊടുക്കുമായിരുന്നു. ഐ വിൽ ബൈ എ ന്യൂ അംബ്രല്ല ഫോർ ഹെർ. ഐ വിൽ ഹെൽപ്പ് ലില്ലീസ് ഫാമിലി. ഐ വിൽ ബി എ ഗുഡ് ഫ്രണ്ട് ഓഫ് ലില്ലി. അപ്പൊ ഇങ്ങനെയൊക്കെ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ സെൻറ്റൻസുകൾ എഴുതി ചേർക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അഭിപ്രായമാണ് ഇവിടെ വരേണ്ടത്. നിങ്ങൾ ലില്ലിയുടെ ഫ്രണ്ട് ആയിരുന്നെങ്കിൽ എങ്ങനെയൊക്കെ ലില്ലിയെ സഹായിക്കുമായിരുന്നു, എങ്ങനെയായിരിക്കും ലില്ലിയോട് നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും, അപ്പൊ അതാണ് എഴുതേണ്ടത്. സോ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിവ്യൂ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നേരത്തെ പഠിച്ച ടെക്സ്റ്റൈൽ ക്വസ്റ്റ്യൻസുമാണ്. ഈ 4 റിവ്യൂ ക്വസ്റ്റ്യൻസും അതുപോലെ 11 ടെക്സ്റ്റൈൽ ക്വസ്റ്റ്യൻസുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആൻസേഴ്സ് തന്നത്. സോ അപ്പോൾ ഈ ആൻസേഴ്സും ക്വസ്റ്റ്യൻസും എല്ലാം നിങ്ങളുടെ നോട്ട്ബുക്കിൽ നന്നായിട്ട് എഴുതുക. അതിനുശേഷം ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്രയും ആക്ടിവിറ്റീസ് തരുന്നുള്ളൂ. ഒരുപാടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടാകും. മാത്രമല്ല കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ കഴിഞ്ഞ ക്ലാസ് സ്റ്റോറി ആയിരുന്നു ഈ ദ ലിറ്റിൽ ഗേൾ ആൻഡ് ദ അംബ്രല്ല എന്ന സ്റ്റോറി ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ ഇനി ആരെങ്കിലും ആ സ്റ്റോറി കണ്ടിട്ടില്ല എങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് പോയി കാണാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ചാനലിന്റെ തന്നെ പ്ലേലിസ്റ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5ാം ക്ലാസ്സിന്റെ എല്ലാ ക്ലാസ്സും ഇന്ന് വരെ ഞാൻ എടുത്ത മുഴുവൻ ക്ലാസ്സും അവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ് മിസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ കയറി 5ാം ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ മുഴുവൻ വീഡിയോസും നിങ്ങൾക്ക് അതിനകത്ത് കിട്ടുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ടുഡേ. ഇന്നത്തെ ക്ലാസ്സിൽ അപ്പോൾ ഇത്രയും മതി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള മുഴുവൻ ആക്ടിവിറ്റീസുമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. താങ്ക് യു. ബൈ.